ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഞങ്ങൾ അവിടുത്തെ ഒരു നേർച്ചയായിരുന്നു കോട്ടോല്, അപ്പോൾ അവിടെ ആയിരുന്നു. പിന്നെന്താ എല്ലാവരും വിശേഷം? ഇന്നലെ നനക്കാത്ത കാരണം പറമ്പ് നല്ല ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കാറ്റല്ലേ, കാറ്റും നല്ല തണുപ്പും ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ ഈ കാറ്റായതുകൊണ്ട് എത്ര നനച്ചാലും അവിടെയൊക്കെ ആകെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇപ്പം ഇന്നലത്തെ ഒരു കെയറിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ നോക്കാത്ത കാരണം ആകെ ഇതായിട്ട് കിടക്കുകയാണ്. തക്കാളികളൊക്കെ നല്ല നിറച്ചും പൊട്ടിക്കാനായിട്ടുണ്ട്. അപ്പോൾ നന്നായി നനക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. കുറച്ച് നേരം വൈകി ഞാൻ ഒരു 11 മണി 12 സമയം ആവണ നേരത്താണ് ഞാൻ നനച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് നനവ് കാണാത്തൊരു സമാധാനമില്ല, ആകെ ഉണങ്ങി കിടക്കുന്ന കാരണം. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയതല്ലേ, പിന്നെ നമ്മളത് ഉണക്കി കളയുമ്പോൾ അതിൻ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല, ഉച്ചയായാലും വേണ്ടില്ല, നനക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ 10 മണി കുഴിച്ചിട്ടുണ്ടായിരുന്നൊരു പൈപ്പ്, PVC പൈപ്പ് ഉമ്മയായിരുന്നു. അപ്പോൾ അത് മുളച്ചിട്ടുണ്ട്. പൂവൊക്കെ ഇട്ടപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായിട്ടാണ്. പിന്നെ ഇതാ നമ്മളെ തക്കാളികളൊക്കെ നിറച്ചും വിളവെടുക്കാനായിട്ടുണ്ട്. അത്യാവശ്യം തക്കാളികളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പച്ച തക്കാളി ഞാൻ അറിയാതെ അതിൽ കൂടെ പൊട്ടിച്ച് പോയിട്ടാണ്. ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഇത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോഴുള്ള അബദ്ധങ്ങളാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ പഴുത്ത് കാരണം ഡെയിലി കുറച്ച് 5-6 കിട്ടലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ആ തക്കാളി പൊട്ടിക്കാത്ത കാരണം ഇന്നലത്തെയും കൂടിയിട്ട് ആയപ്പോൾ കുറേ തക്കാളികളായിട്ടാണ്. അപ്പോൾ തക്കാളികളൊക്കെ പൊട്ടിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആമരി വെണ്ടക്കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ വെണ്ടക്ക ഞാൻ 1, 2, 3 തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം അത് വെണ്ടക്കൊക്കെ ഒരു കേട് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഒരു വെള്ള കേട്. അതിപ്പോൾ എല്ലാ ചെടികളുടെ മേലെയും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെടിയുമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ശരിയായിട്ടില്ല. വെണ്ടക്കൊക്കെ ഉണ്ട്, അതിൻ്റെ ഇലയൊക്കെ നോക്കി ഒരുമാതിരി വെള്ള കളറായിരിക്കണം. അപ്പോൾ ഞാനത് വെണ്ടക്ക ഉള്ളത് പൊട്ടിച്ചു. എന്നാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഡെയിലി ഒരു 4-5 ആ ഒരു വെണ്ടക്കകളും കിട്ടുന്നുണ്ട്. പിന്നെ അമരക്കായ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും 1, 2, 3 ആയിട്ട് അതും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു. ഒക്കെ പൊട്ടിച്ചിട്ടാണ് നല്ല നനച്ചപ്പോൾ ഒരു സുഖം കിട്ടും. അവിടെ കയ്പക്കൊക്കെ നട്ടതിനൊക്കെ ആകെ നാശമായിരിക്കണം, ഉണങ്ങി നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മണിത്തക്കാളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും മുന്നത്തെ വീഡിയോയിൽ. ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ ഈ തക്കാളി. നമുക്ക് സാലഡിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, സാലഡിൻ്റെ കൂടെ ഇടാൻ പറ്റിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ തക്കാളിയൊക്കെ പൊട്ടിച്ചു. പിന്നെ ഇതാ നമ്മളെ അമ്പാഴങ്ങ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇതാ പൊട്ടിക്കാനായിട്ടുണ്ടോ ചോദിച്ചാൽ കുറച്ചും കൂടിയും വലിപ്പം വെക്കാനുണ്ട്. ഞാനത് എന്നാലും എനിക്ക് വേണ്ടി പൊട്ടിക്കാതെ ഇത് കണ്ടോ, ഒരു കൊല അത് ഒന്നുകൂടിയും വലുതാവാനുണ്ട്. പക്ഷേ അതിൻ്റെ മേലൊക്കെ ഒരു വെള്ള കളർ വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. എന്തായാലും 2 ദിവസം കൊണ്ട് ഞാനത് പൊട്ടിക്കും. എന്നിട്ട് നമുക്ക് ഒരു ഉപ്പിലോ അച്ചാറോ ഇടാലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.